പത്തരമാറ്റിൻ്റെ അപ്കമിങ് റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ജാനകിയെ കാണിക്കുകയാണ് കേട്ടോ. ആ ജാനകിയുടെ അടുത്തേക്ക് ജലജ വരികയാണ്. ജലജ വന്നിട്ട് പറയുന്നുണ്ട്, ജാനകി എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട വിഷയം പറയാനുണ്ടെന്ന് പറയുകയാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ അനാമികയാണെങ്കിൽ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. നമ്മുടെ അനിയല്ലേ ഈ വീട്ടിൽ ആർക്ക് എന്ത് വേണമെങ്കിലും എല്ലാ പണിയും ചെയ്തു കൊടുക്കുന്നത് അവനാണ് എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജാനകി പറയുന്നുണ്ട്, അതിനെന്താ, നമ്മുടെ വീട്ടിലേക്കല്ലേ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇപ്പം എന്താ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ജലജ പറയുകയാണ്, എന്താ ജാനകി നീ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? അവൻ്റെ കല്യാണം കഴിഞ്ഞില്ലേ, അനാമിക വന്നില്ലേ, അനാമിക എന്താ വിചാരിക്കുക? ഈ കാരണം കൊണ്ട് തന്നെ അവർക്കിടയിൽ വഴക്കുണ്ടാകില്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ജാനകി പറയുന്നിട്ടില്ല, അങ്ങനെ ഒരിക്കലും ഉണ്ടാകില്ല, അനാമിക നല്ല കുട്ടിയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അങ്ങനെയൊന്നല്ല ജാനകി, ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ അവരുടെ ഭർത്താക്കന്മാർ വളരെ ഗത്തായിട്ടിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നത് കണ്ടിട്ട് എങ്ങനെയാണ് മിണ്ടാതിരിക്കുക? അവൾക്ക് വിഷമം തോന്നില്ലേ? അനാമിക നല്ല പെൺകുട്ടി തന്നെയാണ്, പക്ഷേ ഇവരെല്ലാവരും ചേർന്നിട്ട് അവളെ മാറ്റാതിരിക്കാൻ ശ്രദ്ധിച്ചോ? നിന്നെ വിശ്വസിച്ചിട്ട് വന്ന നിന്റെ മരുമകളാണ് അനാമിക, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇതൊക്കെ പറഞ്ഞത്, ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് മനസ്സിലൊരു ചിരിയും ചിരിച്ചിട്ട് നമ്മുടെ ജലജ അവിടെ നിന്ന് പോകുകയാണ്. എന്നിട്ട് അനാമികയെ പോയി കാണുന്നുണ്ട് കേട്ടോ. അനാമിക ജലജയോട് പറയാണ്, താങ്ക് യു അമ്മായി എന്ന് പറയാണ്. എന്നിട്ട് അനാമിക പറയുന്നുണ്ട്, ഇനി എനിക്ക് ഓഫീസിൽ നല്ലൊരു പദവി തന്നെ കൊടുക്കും, MD ആക്കിയാൽ തന്നെ അത്ഭുതപ്പെടാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ജലജയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇത്ര ദിവസം ആദർശ ഓഫീസിലുണ്ടായിരുന്നത് കൊണ്ട് അബിക്ക് ഒരു ഉയർന്ന പോസ്റ്റ് കിട്ടിയിട്ടില്ല. അനി വന്നു കഴിഞ്ഞു പറഞ്ഞാൽ എൻ്റെ മകനും ഉയർന്ന പോസ്റ്റ് വേണമെന്ന് എനിക്കും ചോദിക്കാമല്ലോ, MD ആക്കണമെന്നും പറയാം, ബിസിനസ് അബിക്ക്, എനിക്ക് ഈ വീട്ടിലത്തെ സ്വത്ത് മുഴുക്കെ, ഇതൊന്നും നടത്താതെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞ് മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ട് ഒരു ചിരിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നീട് അടുത്ത സീനിലാണെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനി എല്ലാവരും തന്നെ കഴിക്കാനിരിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. അവിടത്തേക്ക് നമ്മുടെ ജലജ വരികയാണ്. ജലജ വന്നിട്ട് പറയുന്നത് തന്നെ ഹീറ്ററും AC ഒന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ദേവയാനിയോട് പറയുകയാണ് വന്നിട്ട് ഹീറ്ററും AC ഒന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ ദേവയാനി അനിയോട് ചോദിക്കുകയാണ്, ഇലക്ട്രിക്കൽ ജോലി വീട്ടിൽ കുറേ ഇലക്ട്രിക്കൽ ജോലിയുണ്ട്, ഇലക്ട്രീഷ്യനെ വിളിക്കാമെന്ന് നീ പറഞ്ഞിട്ട് എത്ര ദിവസമായി, നീ എന്താ വിളിക്കാത്തതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ജാനകി ഇതൊക്കെ ഒരിടത്ത് നിന്ന് കേൾക്കുന്നുണ്ടാകും കേട്ടോ. പിന്നീട് ദേവയാനി പറയുന്നുണ്ട്, ഇലക്ട്രീഷ്യനെ വിളിക്കണം, അതുപോലെ ഇന്ന് അമ്പലത്തിൽ പോകണം, നീ വേണം കൊണ്ടുപോയി വിടാൻ എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് അനാമികയുടെ മുഖം വാടുകയാണ്. ജാനകി ഇത് ശ്രദ്ധിക്കുന്നുണ്ട്, അനാമികയുടെ മുഖം വാടുന്നത് ജാനകി ശ്രദ്ധിക്കുന്നുണ്ട്. ജലജയും അനാമികയുടെ മുഖത്ത് നോക്കിയിട്ട് വിചാരിക്കുകയാണ്, ഇവർ നമ്മളെക്കാളും വലിയ ആളാണല്ലോ, സിറ്റുവേഷൻ അനുസരിച്ച് ഇങ്ങനെ മുഖം മാറ്റുന്നത് എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് നമ്മുടെ ജാനകിയാണെങ്കിൽ ഉച്ചത്തിൽ ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. ചേച്ചി എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇവനെ കണ്ടാൽ എന്താ തോന്നുന്നത്, വേലക്കാരനെ പോലെ തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ആദർശന് ഓഫീസിൽ MD പദവിയാണ്, വീട്ടിലും അങ്ങനെ തന്നെ, എന്തിനാണ് എൻ്റെ മകനെ മാത്രം ഇങ്ങനെ നടത്തുന്നത്? ഒരു കണ്ണിൽ വെണ്ണയും മറ്റൊരു കണ്ണിൽ ചുണ്ണാമ്പും വെക്കാൻ പാടില്ല ചേച്ചി, വാ തോരാതെ ആദർശം അനിയും വേറെ വേറെയല്ല എന്ന് പറയുന്നല്ലോ, പക്ഷെ ശരിക്കും അങ്ങനെയാണോ നടത്തുന്നത്? നിങ്ങളുടെ വയറ്റിൽ ജനിച്ചവനെയും എൻ്റെ വയറ്റിൽ ജനിച്ചവനെയും വേറെ വേറെ കണ്ടാൽ ദേഷ്യം വരികയില്ലേ ചേച്ചി ചെയ്യുകയുള്ളൂ എന്ന് പറയാണ്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് മുത്തശ്ശിക്ക് ദേഷ്യം വന്നിട്ട് മുത്തശ്ശി എതിർക്കുന്നുണ്ട്. ദേവയാനി രണ്ടുപേരെയും എപ്പോഴെങ്കിലും അങ്ങനെ വേർതിരിച്ച് കാണിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? പിന്നെന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആര് പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ നീ പറയുന്നത്? മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിക്കാൻ തുടങ്ങിയ ഈ വീട് ഇങ്ങനെ ഇരിക്കില്ല ജാനകി എന്ന് മുത്തശ്ശി കടുത്ത ഭാഷയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജാനകി പറയുകയാണ്, ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ജീവിക്കാൻ, ഞാൻ എല്ലാം കാണുന്നുണ്ട്. അനിയുടെ കല്യാണത്തിന് മുന്നേ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് വേറെ, പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് കണ്ടാൽ അനാമികയുടെ മനസ്സ് എത്രത്തോളം വിഷമിക്കും എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് ജലജയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. ഞാൻ കൊളുത്തിയിട്ട തീ അത് കത്താൻ തുടങ്ങി, ഇനി ഇവിടെ ദീപാവലി ആയിരിക്കുന്നു മനസ്സിൽ വിചാരിച്ചിട്ട് ചിരിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് മൂർത്തി മുത്തശ്ശന് ദേഷ്യം വരികയാണ്. ഇത് വീടാണോ? ഓരോ ദിവസവും ഓരോരോ പ്രശ്നമാണ്, നീ പറയുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ജാനകി എന്ന് മുത്തശ്ശൻ ചോദിക്കുകയാണ്. അപ്പോൾ ജാനകി മുത്തശ്ശൻ്റെ അടുത്ത് പറയുകയാണ്, അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കണം, നിങ്ങളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞത് തെറ്റാണ്, പക്ഷേ എത്ര നാളാണ് ഞാനിതെല്ലാം കണ്ടുകൊണ്ട് ക്ഷമിച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് എനിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. എൻ്റെ കല്യാണം തൊട്ട് അമ്മ മാറിയിരിക്കുകയാണ്, എന്തുകൊണ്ടാണ് പെട്ടെന്ന് അമ്മ അങ്ങനെ മാറിയത്? അതെനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നേ ഇല്ല, ഇതൊന്നും ശരിയല്ല അമ്മേ, ദയവ് ചെയ്തൊന്നും മിണ്ടാതിരിക്കുക എന്ന് പറയുകയാണ് കേട്ടോ.
അപ്പോൾ ജാനകി പറയാണ്, എപ്പോഴും നീ ഈ വേലക്കാരനായി തന്നെ ഇരിക്കാനാണോ പോകുന്നത്? ജീവിതത്തിൽ മുന്നേറണമെന്ന വിചാരമില്ലേ നിനക്ക്? നിനക്കൊരു ജോലിയും മര്യാദയും വേണമെന്ന് തോന്നുന്നില്ലേ? നിനക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്, അതുപോലും നിനക്ക് മനസ്സിലാകുന്നില്ല. നീ കുറച്ചു നേരം മിണ്ടാതിരിക്കുക എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അനാമിക ഇടപെടുകയാണ്. അമ്മ എനിക്ക് വേണ്ടി സംസാരിച്ച എല്ലാവരും വിചാരിക്കും ഞാൻ പറഞ്ഞിട്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന്. അതുകൊണ്ട് അമ്മ ഈ സംസാരം ഇവിടെ നിർത്താൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അങ്ങനെ വിചാരിച്ചാൽ അത് ദൈവത്തിന് തന്നെ ക്ഷമിക്കാൻ പറ്റില്ല. നീ എത്ര നല്ല കുട്ടിയായതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഒരു വാക്ക് പോലും ചോദിക്കാതിരുന്നത്. പക്ഷെ നിന്റെ വേദന അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ജലജ പറയുകയാണ്, ഇത്ര ദിവസം അഭിയെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ആരും അത് ചെവിക്കൊണ്ടില്ലല്ലോ. ഇപ്പോൾ ജാനകി തന്നെ ചോദിക്കാൻ തുടങ്ങി. ഇതാരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ഇത് കേൾക്കുന്ന സമയത്ത് ദേവയാനിക്ക് ദേഷ്യം വന്നിട്ട് അവിടെ നിന്നും എണീക്കുകയാണ്. നിർത്തുന്നുണ്ടോ? ഇത്രയും വിഷം ഉള്ളിൽ വെച്ചുകൊണ്ടാണോ നീ എന്നെ ചേച്ചിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്? ജാനകി, മതി ജാനകി, ഇനി നീ എന്നെ അങ്ങനെ വിളിക്കണ്ട. ഇത്ര ദിവസം മനസ്സിൽ നിന്നാണ് നീ എന്നെ ചേച്ചിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. നിന്നെ ഞാൻ എൻ്റെ അനിയത്തിയായിട്ടാണ് കണ്ടത്. ഇനി ഒന്നും വേണ്ട എന്ന് പറയണം. പിന്നെ അനിയുടെ നേരെ തിരിഞ്ഞിട്ട് പറയുന്നുണ്ട്, ഇനി നീ ആര് പറയുന്ന പണിയും ചെയ്യണ്ട. ഞങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അതെൻ്റെ മകൻ ആദർശ് നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്നും കഴിക്കാതെ പോവുകയാണ്. ഇത് കാണുന്ന സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ അമ്മേ, ഇനി ഈ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ ആലോചിച്ചാൽ തന്നെ ഭക്ഷണം തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നില്ല അമ്മയെന്ന് പറയുകയാണ്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ജാനകിയെ വളരെ രൂക്ഷമായി നോക്കുകയാണ് ദേവയാനി. എന്നിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഇതൊക്കെ കാണുന്ന സമയത്ത് ജലജയും അനാമികയും ആണെങ്കിൽ പരസ്പരം നോക്കി ചിരിക്കുകയാണ്. തങ്ങളുടെ പ്ലാൻ സക്സസ് ആയി എന്ന നിലയിൽ നോക്കിയിട്ട് രണ്ടുപേരും ചിരിക്കുകയാണ് കേട്ടോ. പിന്നീട് അടുത്ത സീനിൽ കാണിക്കുന്നത് ഓഫീസിൽ പോകാൻ നിൽക്കുന്ന ജയനെയും അജയനെയും കാണിക്കുന്നുണ്ട്. അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും അബിയും ജലജയും അനാമികയും അതുപോലെ ജാനകിയും എല്ലാവരും ഇരിക്കുന്നുണ്ട്. അവിടത്തേക്ക് നമ്മുടെ ദേവയാനി വരുന്നതായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ദേവയാനി വന്നു കഴിഞ്ഞ ഉടനെ നമ്മുടെ അനിയും വരുന്നുണ്ട്. അനി വന്നിട്ട് ദേവയാനിയോട് പറയുകയാണ്, ഇലക്ട്രീഷ്യൻ വന്നു എന്ന് പറയുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, എനിക്കും നിനക്കും ഒരു പ്രശ്നമില്ല. പക്ഷേ ഇനി ഒന്നിനെ പറ്റിയും എന്നോട് ചോദിക്കണ്ട. ഞാനും നിന്നോട് ഒന്നും പറയില്ല. നീയും ഒന്നും ചെയ്യണ്ട, മനസ്സിലായോ? ദയവ് ചെയ്ത് നീ ഇതിനെപ്പറ്റി എന്നോട് ചോദിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ദേവയാനി അവിടെ പോയി ഇരിക്കുകയാണ്. നമ്മുടെ അനിക്കാണെങ്കിൽ സങ്കടം സഹിക്കാനാവാതെ അനി ഓടിപ്പോയി ദേവയാനിയുടെ കാൽക്കൽ പോയിട്ട് ഇരിക്കുകയാണ്. അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വെച്ചിട്ട് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് ന്യായമല്ല വല്യമ്മേ. അമ്മയേക്കാൾ എൻ്റെ അടുത്ത അവകാശം വല്യമ്മയ്ക്കല്ലേ? ഞാനും ഏട്ടനും രണ്ട് കണ്ണാണെന്നല്ലേ വല്യമ്മ പറയാറുള്ളത് എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ദേവയാനിക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാണുന്നത്. പക്ഷെ നിൻ്റെ അമ്മയാണ് ഞാൻ നിന്നെ അടിമയായി കാണുന്നു എന്ന് പറയുന്നത്. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത്? അനി ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് ജാനകിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. അനി എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ജാനകി അവിടെ നിന്നും എഴുന്നേൽക്കുകയാണ്. ഞാൻ നിനക്ക് വേണ്ടിയാണ് ഇവിടെ വഴക്കുണ്ടാക്കിയത്. നീ പിന്നെയും അവരുടെ കാൽക്കൽ തന്നെ പോയിരിക്കുന്നത്. നിനക്കെന്താ ബുദ്ധിയില്ലേ? എപ്പോഴും ഇങ്ങനെ അടിമയായിട്ട് ഇരിക്കാനാണോ നീ പോകുന്നതെന്ന് പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ജലജയ്ക്കും അബിക്കും വളരെ സന്തോഷമാകുകയാണ്. പിന്നെ ഇത് കേട്ടിട്ട് നമ്മുടെ അജയനാണെങ്കിൽ ജാനകിയോട് വായടയ്ക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അവരെൻ്റെ ഏഴത്തിയമ്മയാണ്. എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് അവരെ എന്തിനാണ് ഇങ്ങനെ ഇപ്പം മര്യാദയില്ലാതെ സംസാരിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ജാനകി പറയാണ്, എന്നോട് ദേഷ്യപ്പെടണ്ട. ഈ വീട്ടിൽ നിങ്ങൾ എല്ലാവർക്കും അടിമയായി ഇരിക്കുന്നത് പോലെ എൻ്റെ മകനെയും ആക്കണ്ട. നിങ്ങൾ മിണ്ടാതിരിക്കുക എന്ന് ജാനകി തിരിച്ചു പറയുകയാണ് അജയനോട്. ഇത് കേൾക്കുന്ന സമയത്ത് ജയന് ദേഷ്യം വരികയാണ്. കുടുംബത്തിൽ എല്ലാവരും ഒരുമയോടെയും സന്തോഷത്തോടെയും ഇരിക്കുന്നത് നിനക്ക് ഇഷ്ടമാകുന്നില്ലേ ജാനകി? എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ജാനകി പറയുകയാണ്, അനിക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അവൻ ഇനിയെങ്കിലും മര്യാദയോടെ ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് പറയുകയാണ് കേട്ടോ. അനി അപ്പോൾ പറയുകയാണ്, എനിക്കിവിടെ ഒരു മര്യാദ കുറവും ഇല്ല. നിങ്ങൾ ഓരോന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ച് വെച്ചിട്ട് വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ സമാധാനം ഇല്ലാതാക്കരുത് അമ്മേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനിയുടെ അടുത്തേക്ക് തിരിയുകയാണ്. വല്യമ്മ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? മുന്നത്തെ പോലെ തന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? വല്യമ്മ പറ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഇത് നോക്കാനി, നീയാണെങ്കിലും ഈ വീട്ടിലുള്ള മറ്റുള്ളവരായാലും ശരി, എനിക്കോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ഒന്നും ചെയ്യണ്ട. അവരവർക്ക് വേണ്ടത് അവരവർ ചെയ്തോളും. ഇത് കേൾക്കുന്ന സമയത്ത് ജാനകിക്ക് ദേഷ്യം വരികയാണ്. നിങ്ങൾ പറയുന്നത് കേട്ടാൽ തോന്നും നിങ്ങൾ മാത്രം നല്ലവരും ബാക്കിയുള്ളവരെല്ലാം ദുഷ്ടന്മാരും പോലെയാണല്ലോ സംസാരിക്കുന്നത്. ഒരു ദിവസം ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എതിർത്ത് സംസാരിച്ചതിന് തന്നെ ഇങ്ങനെ കുത്തി സംസാരിച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് മുത്തശ്ശിക്ക് ദേഷ്യം വരികയാണ്. എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ജാനകി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജാനകി പറയുകയാണ്, എന്നോട് ക്ഷമിക്കാമേ, ഇനി എനിക്കിങ്ങനെ ക്ഷമിച്ചിട്ടിരിക്കാൻ പറ്റില്ല.
ഈ വീട്ടിൽ എല്ലാവർക്കും അറിയാം ആദർശിൻ്റെ നില എവിടെയാണ്, അനിയുടെ നില എവിടെയാണെന്ന്. അത് നിങ്ങൾക്ക് ശരിയായി തോന്നുന്നുണ്ടാവും. പക്ഷേ ഒരു അമ്മ എന്ന നിലയിൽ അനി ഇങ്ങനെ ഒന്നിനും പറ്റാതെ വീട്ടുപണികൾ നോക്കി നടക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്നത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ. മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് എപ്പോൾ നീ കേൾക്കാണ്ടായോ, അതിനുശേഷം പിന്നെ നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. വീട്ടിലേക്ക് വന്ന മരുമക്കൾ തന്നെ ഇങ്ങനെ വഴക്കിടാൻ തുടങ്ങിയ പിന്നെ നിങ്ങൾക്ക് വന്ന മരുമക്കൾ എങ്ങനെയാണ് നിങ്ങളെ വിലപിക്കുന്നത്? അവസാനമായി ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് രണ്ടുപേരും എന്നോട് മര്യാദയുണ്ടെങ്കിൽ ഈ വിഷയം ഇവിടെ തന്നെ വിട്ടിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ഉള്ളിലേക്ക് എന്ന് മുത്തശ്ശി കടുത്ത ഭാഷയിൽ പറയുകയാണ്. എന്നാൽ ജാനകിയും ദേവയാനിയും ആവട്ടെ പരസ്പരം രൂക്ഷമായി നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ് കേട്ടോ. ഇത് കാണുന്ന സമയത്ത് മുത്തശ്ശന് തൻ്റെ ദേഷ്യം സഹിക്കാനേ കഴിയുന്നില്ല. അവിടെ നിന്നും ചാടി എഴുന്നേറ്റ് മുത്തശ്ശൻ പറയുകയാണ്, നിങ്ങളുടെ അമ്മായിയമ്മ പറഞ്ഞതിന് ശേഷവും ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ട് നിന്നാൽ എന്താ അതിൻ്റെ അർത്ഥം? രണ്ടുപേരും ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ ദേഷ്യപ്പെടുകയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അതുപോലെ അജയനും ജയനും ആണെങ്കിൽ ഓഫീസിൽ പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ എപ്പിസോഡ് എന്തായാലും നമ്മുടെ പത്രമാറ്റി ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ സീൻ നമ്മുടെ പത്രമാറ്റിൽ വന്നാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ള നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്താൻ വേണ്ടി മറക്കരുത്. ഇതുപോലെയുള്ള അപ്കമിങ് റിവ്യൂസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.